Good morning, students. Today we are going to study some word problems. Okay, today we are going to study how we can solve some word problems. Okay, word problems എന്താ അറിയില്ലേ, നമുക്ക് സ്റ്റെപ്സ് ഒക്കെ എഴുതി ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി ചെയ്യുന്ന പ്രോബ്ലംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേർഡ് പ്രോബ്ലംസ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു study about how we can solve some word problems. ഓക്കെ, ഈ ടോപ്പിക്ക് എക്സാമിനുള്ളതല്ല. എക്സാമിനുള്ളത് ഞാൻ ഓൾറെഡി നോട്ടിനകത്ത് തന്നിട്ടുണ്ട്, അതുമാത്രം പഠിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് എക്സാമിന് മുതൽ നമുക്ക് ടെക്സ്റ്റോട് ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, നൗ ലിസൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ. Can you read this number? Ones, tens, 100, 1000, 10,000. Okay, 11,324 women, 21,459 men, and 8,111 children are watching a match in a stadium that is filled to capacity. What is the seating capacity of the stadium? Okay, once more listen this question. 11,324 women. Okay, ഇത്രയും women. 21,459 men. ഇത്രയും men. 8,111 children. ഇത്രയും children. ഇവരെന്ത് ചെയ്യാണ്? ആർ വാച്ചിങ് എ മാച്ച് ഇൻ എ സ്റ്റേഡിയം. സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മൾ ഈ ഫുട്ബോളും ഇങ്ങനെയുള്ള ക്രിക്കറ്റും ഒക്കെ നമ്മൾ കാണാൻ പോകുന്ന സ്റ്റേഡിയം എന്ന് പറയും. നമ്മൾ അത് നടക്കുന്ന ആ സ്ഥലം നമ്മൾ സ്റ്റേഡിയം എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ഇരുന്ന് സ്റ്റേഡിയത്തിലിരുന്നാണ് നമ്മളിത് കാണുന്നത്. ആ ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളതിൻ്റെ സ്റ്റേഡിയത്തിലിരുന്നാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ അവിടെ നമ്മുടെ വ്യൂവേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേഡിയം എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഫിൽഡ് ടു കപ്പാസിറ്റി. അതായത് ആ സ്റ്റേഡിയത്തിൽ എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും അത്ര ആൾക്കാരും എന്താണ് ആ സ്റ്റേഡിയത്തിൽ ഫില്ലായിട്ടുണ്ട്. ഓക്കെ, നോക്കി ക്വസ്റ്റ്യൻ പേജ് നമ്പർ 27 പ്രോബ്ലംസ് ആയി പറയുന്നത് കേട്ടോ. ദെൻ ദാറ്റ് ഈസ് ഫിൽഡ് ടു കപ്പാസിറ്റി. ഓക്കെ, അപ്പം ഇത്രയും വിമൻ ഉണ്ട്, ഇത്രയും മെൻ ഉണ്ട്, ഇത്രയും ചിൽഡ്രൻ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേഡിയം ഫുള്ളായി. വാട്ട് ഈസ് ദ സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദ സ്റ്റേഡിയം? അപ്പോൾ ആ സ്റ്റേഡിയത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി, അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടാണ് അവിടെ കാണുന്നത്, അതാണ് സീറ്റിംഗ് കപ്പാസിറ്റി. അവിടെ ആരും നിന്നിട്ട് കാണുന്നില്ല. അപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത്രയും ആൾക്കാർ നിന്നപ്പോൾ തന്നെ ആ സ്റ്റേഡിയം ഫുള്ളായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ? യെസ്. അപ്പം നമ്മൾ എന്ത് എഴുതണം? സ്റ്റെപ്സ് എഴുതാൻ പോവുക. ഇത് നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്താൽ ആ സ്റ്റേഡിയത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കിട്ടും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ സ്റ്റെപ്സ്. അപ്പം നമ്മൾ സ്റ്റെപ്സ് എഴുതാൻ പോവാണേ. ലിസൺ. ഫസ്റ്റ് വൺ, 11,324 വിമൻ. വിമൻ്റെ എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും ഫസ്റ്റ് സ്റ്റെപ്പ്? യെസ്, ലിസൺ. നമ്പർ ഓഫ് വിമൻ. Number of women. How much it is? 11,324. This much number of women. And what about the next one? 21,459 men. So you write number of men. Okay, ആണുങ്ങളുടെ എണ്ണം പറഞ്ഞു. എത്രയാണ് പറഞ്ഞേക്കുന്നത്? 21,459. This is 11,324, 21,459. And number of children. Number of children, it is 8,111. This much children. We want to find how much is the seating capacity of the stadium. So you take total number of people. അതായത് മെന്നും വിമനും ചിൽഡ്രനും എല്ലാം കൂടെ ചേർന്നിട്ട് എത്ര പേരുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവാം. സോ യു ഫസ്റ്റ് അറേഞ്ച് ദിസ് ഇൻ, എങ്ങനെ ആദ്യം ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? യെസ്, ഫസ്റ്റ് യു അറേഞ്ച് ഇൻ പ്ലേസ് വാല്യൂസ്. സോ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000. This is 5-digit number, so there is 10,000 place. So you arrange 4 in the ones place, 2 in the tens place, 3 in the hundreds place, 1 in the 1000 and 1 in the 10,000 place. Here also 9, 5, 4, 1, 2. Here it is 1, 1, 1, 8. Take the sum of these three. 10 plus 4, 14. Carry over 1. 1 plus 2, it is 3.
3 plus 5, 8. 8 plus 1, 9. 3 plus 4, 7 plus 1, 8. 1 plus 1 plus 8 is 1 plus 1 is 2. 2 plus 8 is 10. Carry over 1. That is 1 plus 1 is 2. 2 plus 2 is 4. That is 40,894 people are there in that stadium now. So, if നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ, what is the seating capacity of the stadium? So, you write the seating capacity of the stadium is equal to 40,894. അണ്ടർസ്റ്റാൻഡ്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ വിമൻ്റെ എണ്ണം, മെന്നിൻ്റെ എണ്ണം, ചിൽഡ്രൻ്റെ എണ്ണം ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ആഡ് ചെയ്തു. നമ്മളോട് ചോദിച്ചേക്കുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി സ്റ്റേഡിയം. ഇത്രയും പേര് അവിടെ ഇരുന്നപ്പോൾ തന്നെയാണ് നമുക്ക് അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? സോ ഹിയർ ഈസ് ദ നെക്സ്റ്റ് പ്രോബ്ലം. ലിസൺ. Here is the next problem. Question number 5. In page number 28. A company manufactured 75,480 cars in the year 2013, 78,920 in the year 2014, and 90,052 in the year 2015. Okay. How many cars has the company produced in 3 years? Understand the question? ഒരു കമ്പനി കാർ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. നോക്കിക്കേ, ഏതൊക്കെ ഇയറിൽ എത്ര കാർസ് വെച്ച് അത് മാനുഫാക്ചർ ചെയ്തു. മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഉണ്ടാക്കുക. കമ്പനി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് തരുന്നതിനാണ് നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ കമ്പനി മാനുഫാക്ചർഡ് 75,418 കാർസ് ഇൻ ദ ഇയർ 2013. 2013 ഇത്രയും കാർ അവർ ആ കമ്പനി ഉണ്ടാക്കി. 78,920 in the year 2014. For 2014 എത്ര ഉണ്ടാക്കി? This much. And 2015 this much. How many cars has the company produced in the 3 years? 3 വർഷം കൊണ്ട് എത്ര കാർസ് ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. എന്ത് ചെയ്യണം? 2013 ഇത്രയും കിട്ടി, 2014 ഇത്രയും മാനുഫാക്ചർ ചെയ്തു, 2015 ഇത്രയും മാനുഫാക്ചർ ചെയ്തു. നമ്മളോട് ചോദിച്ചേ ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ 3 years. ഈ 3 വർഷം കൊണ്ട് എത്ര കാർസ് പ്രൊഡ്യൂസ് ചെയ്തു, ഇത് 3 കൂടെ ആഡ് ചെയ്താൽ പോരെ? യെസ്. ഏതൊക്കെ പ്ലേസസ് ആണുള്ളത് നോക്കിയേ. 1s, 10s, 100, 1000, 10,000 എല്ലാം 5 digit നമ്പർ ആയതുകൊണ്ട് ദർ ഈസ് 10,000 പ്ലേസ്. ഓക്കെ. അപ്പോൾ 10,000 പ്ലേസിൽ വെച്ചിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഇവിടെ എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? കാറിൻ്റെ നമ്പറാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഹൗ മെനി, എത്ര എണ്ണം ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ first you write number of cars manufactured in 2013. കേട്ടോ, ക്വസ്റ്റ്യൻ തന്നെ നോക്കിയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് സ്റ്റെപ്സ് ഉണ്ടാക്കിയെടുക്കണം. നമ്പർ ഓഫ് കാർസ്, ഇതാണ് നമ്മുടെ നമ്പർ, അതാണ് നമ്മൾ ഈക്വൽസിന് അപ്പുറത്ത് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിച്ച്, നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചേർഡ്, കണ്ടോ, മാനുഫാക്ചർ, MANUFACTURED, മാനുഫാക്ചേർഡ് ഇൻ 2013. അടുത്ത എങ്ങനെ എഴുതും? Number of cars manufactured in 2014. The third step, number of cars manufactured in 2015. അപ്പം ഈ 3 നമ്മൾ എഴുതും. ലാസ്റ്റിൽ എങ്ങനെ എഴുതും? ടോട്ടൽ നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ 3 years. ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ. ലിസൺ. നൗ the steps is like this. The steps is like this. Listen. എങ്ങനെ എഴുതും? എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? എന്തായിരുന്നു? യെസ്, നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചേർഡ് ഇൻ 2013 is equal to 75,480. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? നമ്പർ ഓഫ് കാർസ് മാനുഫാക്ചേർഡ് in 2014. It is equal to 78,920.
number of cars manufactured in 2015. It is equal to 90,052. Okay, total number of cars produced. നമ്മുടെ ക്വസ്റ്റിനകത്ത് അങ്ങനെ പ്രൊഡ്യൂസിന് തന്നിരിക്കുക, അപ്പോൾ അതിനനുസരിച്ച് എഴുതണം. പ്രൊഡ്യൂസ്ഡ് ഇൻ ദ 3 years ഈസ് ഈക്വൽ ടു, ഇത് മൂന്നും കൂടെ സം ചെയ്യണം. ദാറ്റ് ഈസ് 75,480 പ്ലസ് 78,920 പ്ലസ് 90,052. ഓക്കെ, ആരും ഇപ്പം ഞാൻ ഈ പഠിപ്പിക്കുമ്പോൾ സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോട്ട്സ് സെപ്പറേറ്റ് അയക്കാം, അന്നേരം മാത്രം ഇതെല്ലാം എഴുതിയാൽ മതി കേട്ടോ. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ വി ക്യാൻ റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ എ വേർഡ് പ്രോബ്ലം. ഹിയർ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000, 10,000. Ones in the place is 0, 8, 4, 5, 7. Here 0, 2, 9, 8, 7. Here 2, 5, 0, 0, 9. We are going to take the sum of these numbers. 0 plus 0, 0 plus 2, it is 2. 8 plus 2, 10 plus 5, 15, carry over 1. 1 plus 4, it is 5 plus 9, it is 14, carry over 1. Here it is 6, 5 plus 1 is 6 plus 8, it is 14, carry over 1. 8 plus 7, it is 15 plus 9, it is 24. That is ones, tens, hundreds, 1000, 10,000, lakh. That is 2,44,452 cars manufactured in the 3 years. ഈ 3 വർഷം കൊണ്ട് ആ കമ്പനി ഇത്രയും കാഴ്സ് മാനുഫാക്ചർ ചെയ്തു. അണ്ടർസ്റ്റാൻഡ്? അപ്പം നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മളത് അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ സ്റ്റെപ്സ് എഴുതാൻ. അല്ല നമുക്ക് തോന്നിയ പോലെ സ്റ്റെപ്സ് എഴുതി വെക്കരുത് കേട്ടോ. നൗ ഹിയർ ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mutya has written a number that is 2,38,307. ഇത്രയുമാണ് നമ്പർ. Once more listen that number. 2,38,307. ഓക്കെ, ബാക്കി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. മോർ ദാൻ, അപ്പോൾ എന്തിനോ കൂടുതലാണ്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. മോർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അത് പ്ലസ് ചെയ്യണം. മോർ ദാൻ 3,46,692. വാട്ട് ഈസ് ദ നമ്പർ ഇൻ വേർഡ്? മുത്യ എന്നുള്ള പേര് നോക്കിയിട്ട് ആരും ഇരിക്കേണ്ട, നമ്മുടെ പേര് തന്നെ അവിടെ കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ പേര് കൊടുക്കാൻ പോവാം. ലിഞ്ചു ഹാസമർ വായിക്കാൻ പോവാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേരിൻ്റെ പുറകെ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട, ഇതങ്ങ് വിട്ടേരെ. ഒരു നമ്പർ, ഈ നമ്പറാണത്. ഓക്കെ, ദാറ്റ് ഈസ് 2,38,307. മോർ ദാൻ, ഇത്രയും, ഈ നമ്പറിനേക്കാൾ കൂടുതലാണ് അയാൾ ഞാൻ എഴുതിയിരിക്കുന്ന നമ്പർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. പക്ഷേ ഇവിടെ നമ്പർ ഒന്നും ഇതായിട്ടല്ല, നമ്പേഴ്സായിട്ടല്ല തന്നത് അല്ലേ, ന്യൂമറൽസ് ആയിട്ടല്ല ഇവിടെ തന്നിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? വേർഡ്സിലാണ് തന്നിരിക്കുന്നത്, നമ്പർ നെയിമിലാണ് തന്നിരിക്കുന്നത്. സോ യു ഫസ്റ്റ് റൈറ്റ് ദീസ് നമ്പർ നെയിംസ് ഇൻ ടു ന്യൂമറൽസ്. ഈ നമ്പർ നെയിംസ് നമ്മൾ ന്യൂമറലാക്കി എഴുതാൻ പോവാം. ഓക്കെ, yes, listen. First one is, how much is the number? First one, this is 2,38,307. ഇതാണ് ഒരു നമ്പർ. മോർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. മോർ എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണം. മോർ ദാൻ വിച്ച് നമ്പർ? 46,691. ഓക്കെ, അപ്പം നമ്മളിത് എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ നമ്മൾ പ്ലേസ് വാല്യൂസ് ആക്കി അറേഞ്ച് ചെയ്യാൻ പോകും. ഏതൊക്കെ പ്ലേസസ് ഉണ്ട് ഇവിടെ? രണ്ടും ലാക്ക് പ്ലേസ് ഉണ്ടല്ലേ. സോ ലാക്ക് പ്ലേസ് ഉണ്ട് ഇവിടെ.
പിന്നെ 1000 പ്ലേസ് ഉണ്ട്, 1000 പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ 1000 പീരീഡിലാണ് 1000 പ്ലേസ് കിടക്കുന്നത്. സോ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. 1000, 10,000, lakh. Okay, first number 2 lakh. In the lakh place it is 2. In the 1000 places, that the 1000 period, it is 38. 38. 307. That is 307. There is no tens place here. 307. The next number, that is ഈ നമ്പറാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് കേട്ടോ. ഇതിൽ നിന്നാണ് ഇത്രയും മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു റൈറ്റ് ഫസ്റ്റ് ദിസ് വൺ. 3 lakh 46,000 692. 692. Add this. Then you get the answer. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി എങ്ങനെയാണ്? മോർ എന്ന് പറയുമ്പോൾ ഇതിന് പ്ലസ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ഇതിനേക്കാളിലാണ്, ഈ നമ്പറിനേക്കാളാണ് ഇത് കൂടുതലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ താഴെ കിടക്കുന്ന ഈ നമ്പറിനേക്കാളാണ് ഈ നമ്പർ കൂടുതൽ. അപ്പോൾ തിരിച്ചാണ് നമുക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പ്ലേസ് വാല്യൂസ് വെച്ച് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സം എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? യെസ്, വി വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, the next question, listen here. What is the sum of the largest 4-digit number, the largest 5-digit number, and the smallest 6-digit number? The sum of, sum എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് ചെയ്യണം. എന്തിൻ്റെയൊക്കെ പ്ലസ് ആണ് എടുക്കേണ്ടത്? ലാർജസ്റ്റ് 4-digit നമ്പർ, ലാർജസ്റ്റ് 4-digit വേണം. ലാർജസ്റ്റ് 5-digit നമ്പർ, ലാർജസ്റ്റ് 5-digit വേണം. And the smallest 6-digit number. Okay, we already know that. We know that largest 4-digit number. Which is the largest 4-digit number? It is 9,999 is the 4-digit largest. അല്ലേ? ലാർജസ്റ്റ് എല്ലാം 9 ആയിരിക്കും. അപ്പോൾ 4-digit എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം 9 എഴുതിയാൽ മതി. ഇനി എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ലാർജസ്റ്റ് 5-digit നമ്പർ. സോ ലാർജസ്റ്റ് 5-digit, ദാറ്റ് ഈസ് 9 5 ടൈംസ് എഴുതണം അല്ലേ? 99,999. ആൻഡ് ദ സ്മോളസ്റ്റ് 6-digit നമ്പർ, സ്മോളസ്റ്റ് 6-digit. സ്മോളസ്റ്റ് 6-digit എന്ന് പറഞ്ഞാൽ എന്താണ്? 6 digit ഉണ്ടായിരിക്കണം. 1 മാത്രം ഒഴികെ ബാക്കിയെല്ലാം 0 ആയിരിക്കും. ദാറ്റ് ഈസ് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. 1000, 10,000. ദ ലാക്ക് 6-digit എന്ന് പറയുമ്പോൾ ലാക്ക് പ്ലേസ് ആണ് അവിടെ അല്ലേ? 10,000 എന്ന് പറയുമ്പോൾ 5-digit നമ്മൾ 10,000 ആണ് പറഞ്ഞത്. അപ്പോൾ 6-digitന് ലാക്ക് പ്ലേസ് ആണ്. ഇതിൻ്റെ മൂന്നിൻ്റെ കൂടെ സമ്മ് കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ദീസ് ത്രീ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. 1000, 10,000, lakh. First you arrange the first number, the largest 4-digit number. First you arrange largest 4-digit number. 9,999. നമ്മൾ വൺസിൻ്റെയും ടെൻസിൻ്റെയും പ്ലേസ് ചെയ്ത് നമ്മൾ എഴുതി വരാം. Then you write the largest 5-digit number. 9,999. Then you write the smallest 6-digit number. 0,0,0,0,1. This is in the lakh place. Okay, ഇതെല്ലാം പ്ലേസ് വാല്യൂസിൽ നമ്മൾ പ്ലേസ് വാല്യൂസ് അറേഞ്ച് ചെയ്യാതെ നിങ്ങൾ ആഡ് ചെയ്യരുത്. ചെയ്താൽ അത് മുഴുവൻ തെറ്റിപ്പോകും കേട്ടോ. യെസ്, 9 + 9 18. ക്യാരി ഓവർ 1 ടെൻസ് പ്ലേസിൽ കൊടുത്തു. 9 + 9 18 + 1 19. ക്യാരി ഓവർ 1 in the hundreds place. 9 + 9 18 + 1 19. Again carry over 1 to the thousand place. 9 + 9 18 + 1 19. Carry over 1 to the 10,000 place. 1 + 9 it is 10. Carry over 1 to the lakh place. It is 2. That is 2,09,998 is the answer of the sum of these three numbers. Which are the three numbers given here? Largest 4-digit number, largest 5-digit number, and the smallest 6-digit number. The sum of these three numbers are 2,09,998. Understand? Okay.
Thereafter, there is fill in the blanks. Leave that now. After 2 or 3 classes, I will teach how we can find the missing numbers from that fill in the blanks. Okay, fill in the blanks നമുക്ക് പിന്നെ പഠിക്കാം. നമുക്ക് 2-3 ക്ലാസ് ഇത് കഴിഞ്ഞിട്ട് നമുക്കത് പഠിക്കാം കേട്ടോ. Now, question number 11. Question number 11 of page number 29. A farmer grows 5 different crops on 5 different fields of his land. After harvesting, he obtained 41,656 kg of wheat, 28,947 kg of rice, 16,183 kg of sugarcane, 31,748 kg of millet, and 37,478 kg of corn in a year. Estimate the total yield of all the fields to the nearest thousands. മനസ്സിലായ ക്വസ്റ്റ്യൻ? ഒരു ഫാർമർ അയാളുടെ 5 ഡിഫറെൻറ്റ് ക്രോപ്സ് ആണ് 5 ഡിഫറെൻറ്റ് ഫീൽഡിൽ അയാൾ നട്ടത്. ഓക്കെ, അയാൾക്ക് ഒത്തിരി പാടം ഉണ്ടായിരുന്നു. ആ പാടത്തിൽ 5 ഫീൽഡിൽ അയാൾ 5 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എന്താണ് ക്രോപ്സ് ആണ് അയാൾ കൾട്ടിവേറ്റ് ചെയ്തത്. ആദ്യത്തേൽ എന്താണ് വീറ്റാണ് അയാൾ കൾട്ടിവേറ്റ് ചെയ്തത്, രണ്ടാമത്തേൽ റൈസ്, മൂന്നാമത്തേൽ ഷുഗർ കെയിൻ, നാലാമത്തേൽ മില്ലറ്റ്. ഓക്കെ, നിങ്ങൾ ഗ്രെയിൻസിനകത്തൊക്കെ പഠിച്ചിട്ടില്ലേ മില്ലറ്റ് എന്ന്? യെസ്. പിന്നെ കോൺ. ഇത്രയുമാണ് അയാൾ ആ വർഷം അവിടെ കൃഷി ചെയ്തത് പല പല ഫീൽഡിലായിട്ട്. അയാൾ എന്ത് ചെയ്തു? ഇതെല്ലാം കൂടെ അയാൾക്ക് വിളവെടുത്തപ്പോൾ ഹാർവെസ്റ്റിംഗ്, ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് എല്ലാത്തിൻ്റെ കൊയ്ത്ത് കഴിഞ്ഞപ്പം അയാൾക്ക് ഇത്രയും വീറ്റ് കിട്ടി. ഇത്രയും വീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ എത്രയാ? 41,656 kg വീറ്റ്. ഇത്രയും റൈസ് കിട്ടി, ഇത്രയും 16,183 kg ഷുഗർ കെയിൻ കിട്ടി, ഇത്രയും മില്ലറ്റ് കിട്ടി, ഇത്രയും കോൺ കിട്ടി. ഓക്കെ, അപ്പം നമ്മളോട് ചോദിക്കുകയാണ് എസ്റ്റിമേറ്റ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? റൗണ്ടിങ് ഓഫ് ആണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ ഈൽഡ് ഓഫ് ഓൾ ദ ഫീൽഡ് ടു ദ നിയറസ്റ്റ് 1000. ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇത് നിയറസ്റ്റ് 1000ൽ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാം കൂടെ പ്ലസ് ചെയ്യണം. ഓക്കെ, എല്ലാം കൂടെ പ്ലസ് ചെയ്ത് ആ കിട്ടുന്ന ആൻസർ നിയറസ്റ്റ് 1000 ആയിട്ട് നമുക്ക് റൗണ്ടിങ് ഓഫ് ചെയ്യണം. ഓക്കെ, ഞാനിത് പേപ്പറോളം ഞാൻ സ്റ്റെപ്സ് എഴുതി തരാം. ഓക്കെ, ദെൻ സ്റ്റുഡൻസ്, I will send you the notes after this class. Okay, thank you.